വരുന്ന ടോപ്പിക്കാണ് ഓറിയന്റേഷൻ ഓഫ് എ സർഫേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സർഫേസ് ഇന്റഗ്രൽസ് ആയിരുന്നു അല്ലെ. ഒരു സർഫേസ് എസ് എന്നുള്ള ഒരു സർഫേസ് എപ്പോഴാണ് ഓറിയന്റബിൾ ആവുക? ഓർ ടു സൈഡഡ്. എ സർഫേസ് ഈസ് സെഡ് ടു ബി ഓറിയന്റബിൾ ഓർ ടു സൈഡഡ് if condition ഉണ്ട്. If there exists a continuous unit normal vector function n defined at each point x, y, z on the surface S. അപ്പോൾ ഈ സർഫസിലുള്ള ഓരോ എക്സ് വൈ സെഡ് എന്നുള്ള പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ n എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് there exists a continuous unit normal vector function n at each point x, y, z in S. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? The surface S is oriented or two-sided. Then the vector field n of x, y, z is called orientation of the surface S. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു സർഫസ് ഓറിയന്റഡ് ആണെന്ന് പറയാം? അവിടെ ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ? ഓരോ പോയിന്റിലും ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർഫസിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? ഓറിയന്റഡ് ആണെന്ന് വിളിക്കാം. ഓർ ഓറിയന്റബിൾ ഓർ ടു സൈഡഡ് സർഫേസ് എന്നൊക്കെ വിളിക്കാം. ദെൻ ആ ഒരു ഫംഗ്ഷൻ അല്ലെ, ആ ഒരു വെക്റ്റർ ഫീൽഡ് n ഓഫ് എക്സ് വൈ സെഡിനെ നമ്മൾ എന്താ വിളിക്കുക? ഓറിയന്റേഷൻ ഓഫ് ദി സർഫേസ് എസ്. ഓക്കെ, ഈ ഒരു ഓറിയന്റേഷൻ ഒന്നെങ്കിൽ അപ്വേർഡ് ഓറിയന്റേഷൻ ആവാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആവാം. ഓക്കെ, നമ്മളിത് 3 ഡയമെൻഷനിലാണ് പിക്ചർ വരയ്ക്കുക അല്ലെ. അതായത് സർഫേസ് വരുന്നത് 3 ഡയമെൻഷനിലേക്കാണ്. അതായത് നമ്മൾ ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത്. സർഫേസ് പിക്ചർ വരുമ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു വരച്ചിരുന്നത് അല്ലെ. നമ്മൾ സർഫേസ് z is equal to f of x y എന്നുള്ള ഫോമിൽ തരുന്ന സർഫേസ് ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ n എന്ന് പറയുന്ന n ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന n അപ്വേർഡ് ഡയറക്ഷൻ, അതായത് ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് അപ്വേർഡിലേക്കാണെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ഓറിയന്റേഷൻ എന്നും, അതുപോലെ താഴത്തേക്ക് ഡൗൺവേർഡിലേക്കാണെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അപ്വേർഡ് ഓറിയന്റേഷൻ ആകുമ്പോൾ ഇത് k കമ്പോണന്റ് ആണ് അല്ലെ. അപ്വേർഡ് ഓറിയന്റേഷനിൽ എപ്പോഴും k എന്തായിരിക്കും? കമ്പോണന്റ് k പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡൗൺവേർഡിലാണെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കും? k കമ്പോണന്റ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയുന്നത് ഓറിയന്റബിൾ ഓർ ഓറിയന്റഡ് ഓർ ടു സൈഡഡ് ഓഫ് എ സർഫേസ് എന്ന് പറഞ്ഞാൽ ഇഫ് there exists a continuous unit normal vector function n at each point x, y, z of this surface, then the vector field n of x, y, z is called orientation of the surface. When the unit normal vector are directed upward, then the orientation is said to be upward orientation, otherwise is said to be downward orientation. ഇനി ഒരു സ്മൂത്ത് സർഫേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യൂണിറ്റ് നോർമൽ വെക്റ്റർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സാധാരണ നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഡിഫൈൻ ചെയ്യാറുള്ളത്? നമുക്ക് ഏതാണോ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് അതിന്റെ del f ഡിവൈഡഡ് ബൈ നോം del f അല്ലേ. അങ്ങനെയാണ് നമ്മൾ സാധാരണ നോർമൽ വെക്റ്ററിനെ ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് g of x, y, z is equal to 0 എന്നുള്ളതാണ് നമ്മുടെ സർഫേസിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ z is equal to f of x, y or z minus f of x, y equal to 0 അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ വരും? Suppose if a smooth curve S is defined by g of x, y, z is equal to 0, then the unit normal vector is നമുക്ക് എങ്ങനെ എഴുതാം? n is equal to del g divided by norm del g എന്ന് വരും അല്ലേ. Where del g is equal to dou g by dou x I plus dou g by dou y j plus dou g by dou z k. Okay, is the gradient of g. അതായത് നമുക്ക് തന്നിട്ടുള്ള സർഫേസ് ഒരു സ്മൂത്ത് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ g of x, y, z is equal to 0 ആ ഫോമിലാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? n equal to del g divided by norm del g അല്ലേ. del g എന്ന് പറഞ്ഞാൽ is the gradient of g ആണ്. Then otherwise s is defined by z is equal to f of x, y. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? g of x, y, z is equal to എന്തെഴുതാം? z minus f of x, y equal to 0 എന്ന് എഴുതാം അല്ലേ. z minus f of x, y ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് equal to 0 എന്ന് എഴുതാം. ഓർ എങ്ങനെ എഴുതാം? f of x, y minus z is equal to 0. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അത് ഓറിയന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലേ. എസിന്റെ ഓറിയന്റേഷൻ പോസിറ്റീവ് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ
Consider a sphere of radius a greater than 0. That is x square plus y square plus z square equal to a square by a greater than 0. നമ്മൾ ഡിഫൈൻ ചെയ്യാണ് g of x y z is equal to എങ്ങനെ ഡിഫൈൻ ചെയ്യാം x square plus y square plus z square minus a square എന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു g of x y z is equal to x square plus y square plus z square minus a square equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി g of x y z equal to 0 എന്നുള്ള ഫോർമുല അല്ലേ. C is smooth curve where x square plus y square plus z square minus a square equal to 0. That is g of x y z is equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് del g എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. del g the gradient of g എങ്ങനെ എഴുതാം. dou g by dou x i plus dou g by dou y j plus dou g by dou z k ആണ് അല്ലേ. അപ്പോൾ ഓരോന്നും നമുക്ക് dou g by dou x എന്ത് വരും 2xi plus 2yj plus 2zk. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. del g divided by norm del g ആണ് അല്ലേ. അപ്പോൾ നമുക്ക് norm del g ആദ്യം എഴുതണം. norm del g എന്ന് പറഞ്ഞാൽ എന്ത് വരും root of 2x whole square plus 2y whole square plus 2z whole square എന്ന് വരും അല്ലേ. ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ അതായത് 4 കോമൺ ആണ് അല്ലേ. 4 ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ എന്ത് വരും x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് a സ്ക്വയർ ആണ്. a സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 2a എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോം del g കിട്ടി 2a ആണ്. അപ്പോൾ നമുക്ക് എന്നെ എഴുതാം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ അല്ലേ. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം del g ഡിവൈഡഡ് ബൈ നോം del g ദാറ്റ് ഈസ് 2xi പ്ലസ് 2yj plus 2zk divided by 2a എന്ന് വരും അല്ലേ. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം x by a I plus y by a j plus z by a k എന്ന് എഴുതാം. ഇതാണ് എന്ത് വരുന്നത് n. ഇതെന്താണ്, ഇത് പ്ലസ് k ആണ് അല്ലേ. അതായത് പ്ലസ് z by a k ആണ്. അപ്പോൾ ഇത് ഏതാണ് അപ്വേർഡ് ഓറിയന്റേഷൻ ആണ്. ഇതിന് തന്നെ നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്. ഡൗൺവേർഡ് ഓറിയന്റേഷനിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം മൈനസ് n. ഓക്കെ, അപ്പോൾ എന്ത് വരും മൈനസ് x by a മൈനസ് y by a then മൈനസ് z by a k എന്നുള്ളതാണ്. അതായത് kന്റെ നെഗറ്റീവ് ആണ് സൈൻ വരുന്നതെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ മൈനസ് n എഴുതാം നമുക്ക് അല്ലേ. മൈനസ് n is equal to മൈനസ് x by a I മൈനസ് y by a j മൈനസ് z by a k എന്ന് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും, അപ്വേർഡും അതുപോലെ തന്നെ ഡൗൺവേർഡ് ഓറിയന്റേഷൻ. ഇത്രയും ക്ലിയർ ആയില്ലേ ഓറിയന്റേഷൻ. ഇനി വരുന്നത് ഫ്ലെക്സ് ആണ്. എന്താണ് ഒരു ഫ്ലെക്സ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഫ്ലെക്സ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ വോളിയം ഓഫ് എ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം. എസ് എന്നുള്ള ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം ടോട്ടൽ വോളിയം പെർ യൂണിറ്റ് ടൈം. അപ്പൊ ഇവിടെ എസ് എന്നുള്ളത് നമുക്ക് എന്താണ് എസ് ഈസ് എ സർഫേസ് ആണ് അല്ലെ. ആ സർഫസിലൂടെ പാസ് ചെയ്യുന്ന അവിടെ സർഫേസ് ആണ് വെക്റ്റർ ഫീൽഡ് ആയിരിക്കും. വെക്റ്റർ ഫീൽഡിലൂടെ ഫ്ലോ ചെയ്യുന്ന പറഞ്ഞാൽ അപ്പൊ എന്തായാലും വെക്റ്റേഴ്സ് ആയിരിക്കും അല്ലെ. വെക്റ്റേഴ്സിന്റെ ടോട്ടൽ വോളിയാണ് എന്ത് നമ്മളോട് പറഞ്ഞ ഈ ഫ്ലക്സ്. ടോട്ടൽ വോളിയാണ് എന്ത് ഫ്ലക്സ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ, ഇവിടെ n എന്താണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ് ആൻഡ് f is a continuous vector field or velocity field of fluid എന്ന് പറയാം. ഓക്കെ, ഈ ds എന്ന് പറഞ്ഞാൽ എന്താണ് ds എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പറഞ്ഞത് ഡിഫറൻഷ്യൽ ഓഫ് സർഫസ് ആണ് അല്ലേ. അതായത് റൂട്ട് ഓഫ് fx of xy whole square plus fy of xy whole square നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ xy പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. then yz ലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് വരും, xz ലേക്കാണെന്നുണ്ടെങ്കിലും ചേഞ്ച് വരും. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ പറഞ്ഞു ഈ ഫേസ് ഈസ് എ സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞത് അല്ലേ. അല്ല, ഈ ഫേസ് ഈസ് എ പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്. പീസ് വൈസ് സ്മൂത്ത് കർവ്, സ്മൂത്ത് സർഫേസ്, പീസ് വൈസ് സ്മൂത്ത് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ പറഞ്ഞു സ്മൂത്ത് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു സ്മൂത്ത് ആണല്ലോ, അതായത് തുടങ്ങിയോടെ തന്നെ അവസാനിക്കും, സ്മൂത്ത് ആണ്, കണ്ടിന്യൂസ് ആണ്. ദെൻ ഇവിടെ പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് സർഫസുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സർഫസ് ആണ് എസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ S1 S2 എന്നുള്ള 2-3 സർഫസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 F ഡോട്ട് എൻ ഡി എസ് പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 F ഡോട്ട് എൻ ഡി എസ്. ഇങ്ങനെ എഴുതേണ്ടി. അപ്പൊ ഇങ്ങനെ രണ്ട് സർഫസുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തായിരിക്കും അപ്വേർഡ് ആയിരിക്കും ഓറിയന്റേഷൻ, ഒന്ന് എന്തായിരിക്കും ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആയിരിക്കും. നമുക്ക് ഇവിടെ S1 അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ S2 ഡൗൺവേർഡ് ആയിരിക്കും. അങ്ങനെ ഓറിയന്റേഷനിലാണ് വരിക. ഓക്കെ,
ഇത്രയാണ് ഫ്ലെക്സ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലം നോക്കാം. Problem നോക്കാം. Let f of x, y, z is equal to zj plus zk represent the flow of a liquid. Find the flux of f through the surface S given by that the portion of the plane 3x plus 2y plus z is equal to 6 in the first octant oriented upward. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലക്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ്, ഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ആണ് തന്നുള്ളത്. ഏതാണ് ഫ്ലോ എന്ന് പറയുന്നത്? f of x, y, z is equal to zj plus zk ആണ്. Then portion of the plane 3x plus 2y plus z is equal to സർഫേസും തന്നിട്ടുണ്ട് നമുക്ക്, അതുപോലെ തന്നെ എഫും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? എന്നുള്ള യൂണിറ്റ് നോർമൽ ഫംഗ്ഷൻ കിട്ടണം അല്ലേ, യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ തന്നിട്ടുള്ളത്? f of x, y, z. f of x, y, z is equal to zj plus zk ആണ് തന്നിട്ടുണ്ട്. Then g of x, y, z is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 0 ആക്കി കൊണ്ടുവരണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x plus 2y plus z minus 6 equal to 0 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് g of x, y, z കിട്ടി. Then del g കാൽക്കുലേറ്റ് ചെയ്യാം. del g എന്ന് പറഞ്ഞാൽ എന്ത് വരും? dou g by dou x. അപ്പോൾ ആദ്യം ഇതിന് വിത്ത് റെസ്പെക്ട് to x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3i plus 2j plus k എന്ന് കിട്ടും അല്ലേ. ഓക്കെ, നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോം ജിയും കൂടെ വേണം. അപ്പോൾ നോം ഡെൽ ജി എന്താ വരിക? നോം ഡെൽ ജി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 9 പ്ലസ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 14 വരും. ദെൻ n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡെൽ ജി ഡിവൈഡ് ബൈ നോം ഡെൽ ജി ആണ്. അപ്പോൾ എന്തൊരു 3 ബൈ റൂട്ട് 14 i പ്ലസ് 2 ബൈ റൂട്ട് 14 j പ്ലസ് 1 ബൈ, അതായത് ഇതൊരു 1 ബൈ റൂട്ട് 14 k അല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ എഫ് എന്താണ്? zj പ്ലസ് zk ആണ്. zj പ്ലസ് zk ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ 3 ബൈ 14 അല്ലേ, ഈക്വൽ ടു ജെ കമ്പോണന്റും കെ കമ്പോണന്റും മാത്രമേ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്ത് വരും? 2 ബൈ റൂട്ട് 14 ഇൻറ്റു z അല്ലേ, 2z ബൈ റൂട്ട് 14 വരും പ്ലസ് z ബൈ റൂട്ട് 14 വരും അല്ലേ. 2z by root 14 plus z by root 14 equal to നമുക്ക് ഇതെങ്ങനെ എഴുതാം? 3z divided by root 14. ഇതാണ് എന്ത് വരുന്നത്? f dot n. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡബിൾ ഇന്റഗ്രൽ s എന്നുള്ള സർഫേസ് അല്ലേ, അതായത് നമുക്ക് ഇതിന്റെ പിക്ചർ ഒക്കെ ഒന്ന് വരച്ചു നോക്കാം. ഈ പ്ലെയിന് ഇതിനെ നമ്മൾ ഈ സർഫേസിനെ നമ്മൾ 2 ഡയമെൻഷനിലേക്ക്, ഒരു പ്ലെയിന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റും അതുപോലെ തന്നെ വൈ ആക്സിസിനെയും സെഡ് ആക്സിസിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് ഒക്ടന്റിന്റെ ഓറിയന്റഡ് അപ്വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എഫ് ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 3 ബൈ റൂട്ട് 14 z ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്ലെയിന് തന്നിട്ടുണ്ട്. അതായത് പോർഷൻ എവിടെയാണെന്നുള്ളത്? സർഫേസ് എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ദി പ്ലെയിൻ 3x plus 2y plus z equal to 6 in the first octant oriented upward എന്നത്. നമുക്ക് ഇതിന്റെ പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പ്ലെയിൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ, ദെൻ വൈ ആക്സിസ് സെഡ് ആക്സിസിന് ഓരോന്നിനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പുട്ട് y z is equal to 0 അല്ലേ. y equal to z is equal to 0. then എന്ത് വരും? 3x equal to 6 which implies x equal to 2. that is 2 0 0 എന്നുള്ള ഈ ഒരു പോയിന്റിലൂടെയാണ് ഇത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് കിട്ടി. then put x equal to z is equal to 0. then y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. അപ്പോൾ എന്ത് വരും? 2y equal to 6 which implies y is equal to 3 എന്ന് വരും. അപ്പോൾ ഇത് കിട്ടി 0 3 0. ഇതാണ് y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. then z ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന എങ്ങനെ കാണാം? x equal to y equal to 0 എന്ന് എടുക്കുക. അപ്പോൾ എന്ത് വരും? z is equal to 6 അല്ലേ. അതായത് 0 0 6 ഈ ഒരു പോയിന്റിലൂടെയാണ് z ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താന്ന് കിട്ടും? നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തതാണ് അല്ലേ. which is a triangular plane അല്ലേ, with vertices 2 0 0 0 3 0 and 0 0 6. നമുക്ക് പിക്ചർ എങ്ങനെ വരക്കാം? ഓക്കെ, അപ്പോൾ ഇതായിരിക്കും സർഫസ് വരുന്നത് അല്ലേ. ഇങ്ങനെ പിക്ചർ ജസ്റ്റ് ഒന്ന് വരച്ചതാണ്. 0 0 6 ആൻഡ് 2 0 0 0 3 0 എന്നുള്ള ഈ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്ട് ചെയ്യണം അല്ലേ. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഞാൻ എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ റീജിയൻ ഏത് വരും? ഇതായിരിക്കും റീജിയൻ അല്ലേ. അപ്പോൾ ഇതെന്താണ് കിട്ടും? ഇസ് ഓൾസോ എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 2 0 0 0 0 0 ആൻഡ് 0 3 0 അല്ലേ. അതായത് നമ്മൾ 2 ഡയമെൻഷനിലേക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊരു 2 0
0 3 അല്ലേ, ഇതായിരിക്കും റീജിയൻ വരിക, അല്ലേ. അപ്പൊ എന്ത് വരും? R is the region bounded by the lines x equal to 0, y is equal to 0 and the line ഇതേതായിരിക്കും ലൈൻ? 3x plus 2y equal to 6 അല്ലേ, കാരണം z എന്താണ് അവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സിന്റെ വൈന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും വരും അല്ലേ. അപ്പോൾ നമുക്ക് കാരണം എക്സിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ്, എക്സ് വാരീസ് ഫ്രം 0 to 2. ദെൻ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ ലിമിറ്റ് 0 to 2 ആണ് കിട്ടും. കാരണം ഈ കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്യണമെങ്കിൽ, ഈ റീജിയൻ കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ എക്സ് വാരീസ് ഫ്രം 0 to 2 ആണ്. ദെൻ വൈ വാരീസ് ഫ്രം നമുക്ക് എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. 0 ന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ വൈ ഇവിടെ എന്താ വരുന്നത്? 3x plus 2y equal to 6 ആണ്. ഇത് നമുക്ക് y എങ്ങനെ എഴുതാം? y equal to 6 minus 3x divided by 2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഇതെങ്ങനെ എഴുതാം? 3 minus 3/2x എന്ന് എഴുതാം അല്ലേ. 3 minus 3/2x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എക്സിന്റെ വൈന്റെ ലിമിറ്റ് കിട്ടി അല്ലേ. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അപ്പോൾ എസ് എന്നുള്ള വാല്യൂ ചെയ്യുന്ന എക്സിന്റെ വൈന്റെ ലിമിറ്റ് കിട്ടി. എഫ് ഡോട്ട് എൻ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ദെൻ ഡി എസ് ആണ് കിട്ടേണ്ടത് അല്ലേ. ഡി എസ് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? എഫ് എക്സ് ഓഫ് എക്സ് വൈയും എഫ് വൈ ഓഫ് എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് എങ്ങനെ എഴുതാം? ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഓക്കെ അപ്പോൾ എഫ് ഡോട്ട് എൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എക്സിന്റെ വൈന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഡി എസ് ആണ് അല്ലേ. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? റൂട്ട് ഓഫ് 1 plus fx of xy whole square plus fy of xy whole square എന്ന് പറയുന്നത് അല്ലേ. ഡി എ എന്ന് വരും. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എങ്ങനെ എഴുതാം? അല്ലേ. സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ എന്ത് എഴുതാം? 6 minus 3x minus 2y. ദെൻ എഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിന് എന്ത് വരും? -3 എന്ന് വരും. എഫ് വൈ എന്താ വരുന്നത്? എഫ് വൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ നമുക്ക് ഈ ഡി എസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡി എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എഫ് എക്സ് എന്താ വരുന്നത്? -3 ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ എന്ന് പറഞ്ഞാൽ -2 ഹോൾ സ്ക്വയർ ഡി എ എന്ന് എഴുതാം അല്ലേ. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 1 plus 9 plus 4 എന്ന് വരും. 1 plus 9 plus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 14 തന്നെ വരുന്നത്. അപ്പോൾ ഡി എസ് കിട്ടി റൂട്ട് 14 ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. That is flex is equal to integral double integral over s f dot n എന്തായിരുന്നു? 3z divided by root 14 ds ആയിരുന്നു അല്ലേ. ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ r ആയി മാറും അല്ലേ. റീജിയൻ r ആണ്. അപ്പോൾ ഇവിടെ 3/√14 ഉണ്ട്, അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. z ds അല്ലേ. ds എന്തായിട്ടാണ് മാറുന്നത്? z into root of 1 plus fx of xy whole square plus fy of xy whole square dA എന്ന് എഴുതാം. Okay, equal to 3/√14 into integral 0 to 2 integral 0 to 3 minus 3/2x അല്ലേ. z ഉണ്ട്. z-ന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? z ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് z എഴുതാം? നമ്മൾ ഫുൾ എക്സ് വൈയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ z നമുക്ക് എന്ത് എഴുതാം? 6 minus 3x minus 2y എന്ന് എഴുതാം അല്ലേ. 6 minus 3x minus 2y ഇൻറ്റു ഇതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്തായിരുന്നു? റൂട്ട് 14 dx dy dx എഴുതാം. ഓക്കെ ഈക്വൽ ടു 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to x. ആദ്യം എന്ത് ചെയ്യാതെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ അല്ലേ. വൈയിലും 6y മൈനസ് 3xy മൈനസ് 2y സ്ക്വയർ ബൈ 2 വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് 0 3 മൈനസ് 3/2x എന്ന് വരും dx. ഓക്കെ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2 ദെൻ 6y മൈനസ് 3xy 2 2 ക്യാൻസൽ ചെയ്യുക അല്ലേ. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് എന്തായാലും 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും 6 ഇൻറ്റു y അല്ലേ. വൈന് നമ്മൾ എന്ത് കൊടുക്കും? 3 മൈനസ് 3/2x. 6 ഇൻറ്റു 3 മൈനസ് 3x/2 മൈനസ് 3x ഇൻറ്റു വൈന് എന്ത് കൊടുക്കാം? വീണ്ടും 3 മൈനസ് 3x/2 മൈനസ് y സ്ക്വയർ ഉണ്ട് അല്ലേ. അതായത് എന്ത് വരും? 3 മൈനസ് 3x/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2. ഇവിടെ 3 മൈനസ് 3x/2 കോമൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡ് 3 മൈനസ് 3x/2 ഇൻറ്റു എന്ത് വരും? 6 മൈനസ് 3x. ഇവിടെ വീണ്ടും എന്തുണ്ടാവും? 3 മൈനസ് 3x/2 എന്നുണ്ടാവും അല്ലേ. dx വരും.
ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 3 minus 3x by 2 ഇൻറ്റു ഇവിടെ എന്തുണ്ടാവും, ഇത് 6 minus 3x ആണ്, മൈനസ് ഇതെന്താ വരിക 6 minus 3x മൈനസ് ഇതും 6 minus 3x by 2 എന്നാ വരും അല്ലേ, 6 minus 3x by 2 എന്നാ വരും dx വരും. ഇത് നമ്മൾ 6 minus 3x by 2 എന്ന് വരും. ഈക്വൽ ടു എന്ത് ചെയ്യുമ്പോൾ ഒരു ഇന്റഗ്രൽ 0 to 2 ഇത് എന്താ വരുന്നത് 6 minus 3x by 2 എന്നാണ്. ഇൻറ്റു 6 minus 3x minus 6 minus 3x by 2 പറഞ്ഞാൽ 1 minus half ആണല്ലേ, അതായത് ഹാഫ് എന്ന് വരും, അതായത് 6 minus 3x by 2 എന്ന് വരും. dx ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇവിടെ ഒരു 3 ഉണ്ട് കേട്ടോ, 6 minus 3x by 2 whole square dx വരും അല്ലേ. 6 minus 3x by 2 whole square അവിടെ ഒരു 1 by 2 ഉണ്ട്, അതിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്തൊരു 3 by 4 വരും അല്ലേ, 2ന്റെ സ്ക്വയർ 4 ആണ്. then 0 to 2 6 minus 3x whole square എന്ന് പറഞ്ഞാൽ എന്തൊരു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 minus 2ab അല്ലേ, 2 into 6 into 3 എന്ന് പറയുമ്പോൾ 36x plus 9x square എന്ന് വരും dx എന്ന് എഴുതാം. ഓക്കെ, 36 ഔട്ട് സൈഡ് എടുക്കുക, 3 by 4 into 36 then integral 0 to 2 1 minus x plus x square by 4 എന്ന് വരും. അപ്പോൾ ഇതിന്നൊരു 36 ഔട്ട് സൈഡ് എടുക്കുക by 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ, ഇൻറ്റു dx വരും. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 9 ആയിരിക്കും, ദാറ്റ് ഈസ് 9 into 3 എന്നാണ് 27, ദാറ്റ് ഈസ് ഈക്വൽ ടു 27 into integral 0 to 2 1 minus x plus x square by 4 dx. ഇനി എന്ത് ചെയ്യുക, എക്സിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഇതിന് എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 27 ഇൻറ്റു 1ന് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ വരും എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ, 3 into 4 ഉണ്ട്, അപ്പോൾ എന്തൊരു എക്സ് ക്യൂബ് ബൈ 12 വരും. ഇത് 0 to 2 എന്ന് എഴുതാം. ഈക്വൽ ടു 27 ഇൻറ്റു 2 മൈനസ് 2 സ്ക്വയർ ബൈ 2 പ്ലസ് 2 ക്യൂബ് ബൈ 12 വരും. ലോവർ ലിമിറ്റ് 0 ആണ്. 27 ഇൻറ്റു ചെയ്യുന്നത് വരും 2 മൈനസ് 2 സ്ക്വയർ ബൈ 2 പറഞ്ഞാൽ ഇവിടെ എന്തായാലും 4 by 2 ആയിരിക്കും, അതായത് 2 minus 2 എന്ന് പറഞ്ഞാൽ അത് 0 ആയിപ്പോയി, പ്ലസ് 2 ക്യൂബ് ബൈ 12 എന്നാലും 2 ക്യൂബ് എന്താ വരുന്നത് 8 അല്ലേ, 8 by 12 വരും. 27 ഇൻറ്റു ഇത് 2 by 3 എന്ന് വരും, ദാറ്റ് ഈസ് 27 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 54 by 3 എന്ന് പറഞ്ഞാൽ 18 എന്ന് വരും. ഓക്കെ, അപ്പോൾ 18 ആണ് ഫ്ലെക്സ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് പ്രോബ്ലം ലെങ്ത് ആണെന്ന് ചോദിച്ചാൽ ലെങ്ത് ആണ് അല്ലേ, കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് കുറച്ച് ഡിഫറെൻറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്നുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം, അതിനുശേഷം എഫ് ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ പോളാർ സ്ക്വയറോ സർക്കിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോളാർ കോർഡിനേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഡി എസ് ഏതാണോ ഏത് പ്ലെയിനിലേക്കാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം.